എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു. ചാനൽ കാണുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും കമൻസ് തരുന്നതിനും ഒക്കെ ഒരുപാട് സന്തോഷം. ഭഗവാന്റെ നാമത്തിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോണത് കേരളത്തിലെ ഗുരുവായൂർ ഭഗവാനെ കുറിച്ചിട്ട്, ഉണ്ണിക്കണ്ണനെ കുറിച്ചിട്ട് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ഭക്തൻ, അതായത് പൂന്താനം തിരുമേനിയെ കുറിച്ചിട്ടാണ്. പൂന്താനം തിരുമേനിയെ കുറിച്ചിട്ടും ഒരുപാട് കഥകളുണ്ട്. എല്ലാ ആൾക്കാർക്കും, ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും. അത്രയും ശ്രേഷ്ഠമായ ഒരു ഭക്തി, അല്ലെങ്കിൽ നിഷ്കളങ്കമായിട്ടുള്ളൊരു ഭക്തി ഉള്ള ഒരാളായിരുന്നു പൂന്താനം തിരുമേനി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭക്തി കൊണ്ട് മാത്രമാണ് ഗുരുവായൂരിലുള്ള ആ ഉണ്ണിക്കണ്ണൻ അത്രയും ഒരു പ്രസിദ്ധി ആർജിച്ചതും നമുക്കൊക്കെ ആ ഭഗവാനെ കാണാനും അല്ലെങ്കിൽ അത്രയും നമുക്ക് ആ ഒരു ഭഗവാനോടുള്ളൊരു ഭക്തി ഉണ്ടാവാനൊക്കെ കാരണം പൂന്താനം തിരുമേനിയാണ്. അപ്പോൾ ഭഗവാനോടും പൂന്താനം തിരുമേനിയോടും ഒക്കെ ആദ്യം തന്നെ നന്ദി പറയുന്നു. ഇങ്ങനെ നമുക്ക് പറയാനും കേൾക്കാനൊക്കെ പറ്റണത് തന്നെ നമ്മുടെ ഒരു ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ കുറേ ആൾക്കാരൊക്കെ പൂന്താനം തിരുമേനിയെ കുറിച്ചിട്ടുള്ള കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം കേരളത്തിലെ മലപ്പുറം ജില്ലയിലുള്ള പെരിന്തൽമണ്ണയ്ക്ക് അടുത്തിട്ടുള്ള കീഴാറ്റൂർ എന്നുള്ള സ്ഥലത്താണ് പൂന്താനം തിരുമേനി ജനിക്കുന്നത്. അപ്പോൾ അദ്ദേഹം നമ്പൂതിരി സമുദായത്തിലാണ് ജനിച്ചത്. അപ്പോൾ എല്ലാ കുട്ടികളും ആ നമ്പൂതിരി സമുദായത്തിൽ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ അവർക്ക് സംസ്കൃതത്തിൽ നല്ലൊരു പാണ്ഡിത്യം വേണമെന്നുള്ളത് ഒരു നിർബന്ധമുള്ള കാര്യമായിരുന്നു ആ സമയത്തൊക്കെ. പക്ഷേ അദ്ദേഹത്തിന് സംസ്കൃതത്തിൽ അത്ര ഒരു പാണ്ഡിത്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ മലയാളത്തിൽ അദ്ദേഹത്തിന് വളരെയധികം പരിജ്ഞാനം ഉള്ള ആളായിരുന്നു. അപ്പോൾ ചെറുപ്പം മുതൽക്കന്നെ അദ്ദേഹം എന്താണ് ശ്രീകൃഷ്ണൻ്റെ, ഭഗവാന്റെ അത്രയും വലിയൊരു ഭക്തനാണ്. അപ്പോൾ എപ്പോഴും സ്ഥിരമായിട്ട് അദ്ദേഹം കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഗുരുവായൂർ പോയിട്ട് ഭഗവാനെ എപ്പോഴും പ്രാർത്ഥിച്ച് നടക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകളിലൊക്കെ നമ്മൾ കേൾക്കുന്നത് എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു ഉണ്ണി നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ദുഃഖം, അതിനെക്കുറിച്ചിട്ടാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ അത് അറിയുന്നുണ്ടാവും. അദ്ദേഹത്തിൻ്റെ വിവാഹശേഷം കുറേ വർഷങ്ങൾ കാത്തിരുന്നിട്ടാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അന്തർജനത്തിനും ഒരു ഉണ്ണി ഉണ്ടാവുന്നത്. അപ്പോൾ ഉണ്ണി വരുന്ന സമയത്ത് അവർക്ക് വളരെയധികം സന്തോഷം ഉണ്ടാവുകയാണ്. കാരണം ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ അവർക്ക് ഭഗവാൻ കൊടുത്ത ഒരു ഉണ്ണിയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ ഉണ്ണിയുടെ ചോറൂണ് വളരെ കെങ്കേയമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് എല്ലാ ആൾക്കാരെയും വീട്ടിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും വിളിച്ച് വന്ന സമയത്ത് ആ ഉണ്ണി ഒരു പ്രത്യേകമായൊരു സാഹചര്യത്തിൽ മരണപ്പെടും. ആ മരണപ്പെട്ടത് കണ്ടിട്ട് തിരുമേനിക്കും പൂന്താനം തിരുമേനിക്കും ഭാര്യയ്ക്കും ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമം ഉണ്ടാവുകയാണ്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗുരുവായൂരപ്പൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, അങ്ങനെ ഒരാളുണ്ടോ, ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. കാരണം അത്രയും വിഷമം സഹിക്കാൻ പറ്റാതെ. പക്ഷേ പൂന്താനം തിരുമേനി അത്രയും വിഷമം ഉണ്ടായപ്പോഴും അദ്ദേഹം ആ വിഷമത്തിനെ അദ്ദേഹം കൂടുതൽ എങ്ങനെ ഭക്തിയിലേക്ക് പോവാം എന്നുള്ള മാർഗ്ഗമാക്കി മാറ്റി അദ്ദേഹം പിന്നെ സ്ഥിരമായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ സന്ദർശിക്കാൻ തുടങ്ങി. അങ്ങനെ എപ്പോഴും ഗുരുവായൂർ സ്ഥിരമായി പോകാൻ തുടങ്ങി. പക്ഷെ എന്നാലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു ഉണ്ണിയുടെ ചിത്രം അങ്ങനെ മാഞ്ഞു പോണില്ല. കാരണം എല്ലാവർക്കും അല്ലെ അവരവരുടെ കുട്ടികളെന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമുള്ളതായിരിക്കും. അപ്പോൾ ഈ ഉണ്ണിയെക്കുറിച്ചിട്ടുള്ള ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഈ ഉണ്ണിയുടെ ഓർമ്മകളായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മടിയിൽ ഉണ്ണിക്കണ്ണൻ വന്നിട്ട് ഇരുന്ന് ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഇത് എന്താണ്, സത്യമാണോ നടക്കുന്നത് അതോ ഇത് മിഥ്യയാണോ എന്നുള്ളൊരു തോന്നൽ വരികയാണ്. പക്ഷേ അത് ശരിക്കും ഭഗവാൻ ഉണ്ണിക്കണ്ണനായിരുന്നു. പൂന്താനം തിരുമേനിയുടെ ആ പ്രാർത്ഥന കണ്ട് അദ്ദേഹത്തിൻ്റെ ഭക്തി കണ്ടിട്ട് ഭഗവാൻ അദ്ദേഹത്തിൻ്റെ മടിയിൽ വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം എഴുതിയതാണ്, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ആ വരി. അദ്ദേഹത്തിൻ്റെ ജ്ഞാനപ്പാനയിലെ ഏറ്റവും മഹത്തരമായ ഒരു വരിയാണത്. അതായത് അദ്ദേഹം
ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാണ് പിന്നെ വേറെ ഉണ്ണികൾ എന്നുള്ളത് പറയാണ്. അങ്ങനെ അദ്ദേഹം അവിടെ ജ്ഞാനപ്പാന അദ്ദേഹം രചിക്കുകയാണ്. നമുക്കറിയാം വേദങ്ങളും ഉപനിഷത്തുക്കളൊക്കെ പഠിക്കാൻ അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് വളരെ ലളിതമായ ഭാഷയിലൂടെ നമുക്ക് ഒരു ജീവിതത്തിൽ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നടക്കുക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്താണ്, എത്ര ക്ഷണികമാണ്, ആത്മാവാണ് അനശ്വരമായിട്ടുള്ളതെന്നും അത് മാത്രമേ ഈ ഭൂമിയിൽ എന്നും നിലനിൽക്കുള്ളൂ എന്നും വളരെ ലളിതമായ ഭാഷയിലൂടെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരാണ്. നമ്മളെല്ലാവരും അദ്ദേഹത്തിനെ കുറിച്ച് കേട്ടിട്ടുള്ള ഒരു കഥ. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കഥ അദ്ദേഹം ഈ ജ്ഞാനപ്പാന കൂടാതെ സന്താനഗോപാലം എഴുതിയിട്ടുണ്ട്. അപ്പോൾ സന്താനഗോപാലം എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന് അതിൽ ഒരു ഭാഗം വൈകുണ്ഠം, ഭഗവാന്റെ നിവാസ സ്ഥലമായിട്ടുള്ള വൈകുണ്ഠത്തിനെ കുറിച്ചിട്ട് വർണ്ണിക്കേണ്ട ഒരാവശ്യം വന്നു അദ്ദേഹത്തിന്. അത് എഴുതണം, വർണ്ണിക്കണം. അപ്പോൾ അദ്ദേഹം അതിനു വേണ്ടി ഇങ്ങനെ രാപ്പകലില്ലാതെ അദ്ദേഹം അതിനെക്കുറിച്ച് ആലോചിച്ച് അദ്ദേഹം എഴുതും. പലതവണ എഴുതിയിട്ടും അദ്ദേഹത്തിന് തൃപ്തി വരുന്നില്ല. കാരണം അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ അതാവണില്ല. അങ്ങനെ ഊണും ഉറക്കമൊക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം സ്ഥിരമായിട്ടിങ്ങനെ ഭയങ്കര ഒരു ആലോചനയിലായി, വിഷമായി അദ്ദേഹത്തിന്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു സ്വപ്നം കാണുകയാണ്. അപ്പോൾ സ്വപ്നത്തിൽ അദ്ദേഹം വൈകുണ്ഠത്തിലെത്തുകയാണ്. അപ്പോൾ വൈകുണ്ഠത്തിലെത്തിയ സമയത്ത് അദ്ദേഹം അവിടെ ഇങ്ങനെ കയറുന്ന സമയത്ത് വൈകുണ്ഠത്തിൻ്റെ കാവൽക്കാരായി നിൽക്കുന്ന 2 ആൾക്കാർ അദ്ദേഹത്തിനെ വളരെയധികം സന്തോഷത്തോടെ സ്വാഗതം ചെയ്ത് അദ്ദേഹത്തിനെ കൊണ്ടുപോയി അദ്ദേഹത്തിന് വൈകുണ്ഠത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് തിരുമേനിക്ക് അത്ര ഒരു ആശ്ചര്യമായി. എന്താ ഇവരിങ്ങനെ എത്ര കാര്യമായിട്ട് എന്നെ ആദരിച്ച് കൊണ്ടുപോയി ഇതൊക്കെ കാണിച്ചു തരാനുള്ള കാരണമാണാവോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ആ കാവൽക്കാരോട് ചോദിക്കുകയാണ്, എന്തിനാണ് എന്നെ ഇങ്ങനെ ആദരിച്ച് ഇതൊക്കെ എനിക്ക് ഇത്രയും നന്നായിട്ട് എന്നെ സ്വാഗതം ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ കാവൽക്കാർ പറയാണ്, ഞങ്ങൾ അങ്ങയുടെ വീടിൻ്റെ പ്രവേശന കവാടം, മുന്നിലുണ്ട് ആ കവാടത്തിൻ്റെ അടുത്തുള്ള 2 വൃക്ഷങ്ങളായിരുന്നു. അപ്പോൾ അങ്ങയുടെ സ്ഥിരമായിട്ടുള്ള ഭാഗവത പാരായണം കേട്ടതിലൂടെ ഞങ്ങൾക്ക് പുണ്യം നേടി. അങ്ങനെ ഞങ്ങൾക്ക് ഭഗവാന്റെ കാവൽക്കാരായിട്ട് ഞങ്ങൾ ഉയർത്തപ്പെട്ടു എന്ന് പറയാണ്. അപ്പോൾ നമുക്കൊക്കെ അറിയാമല്ലേ, നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്, ആ മരങ്ങൾ അതേപോലെ തന്നെ നമ്മൾ ഓരോ ശരീരങ്ങളായിട്ട് നമ്മൾ ജനിക്കുന്നു, ശരീരം നമ്മൾ തിരഞ്ഞെടുക്കുന്നു. നമ്മുടെ ആത്മാവ് ഇവിടുന്ന് പോണ സമയത്ത് നമ്മൾ വേറൊരു ശരീരം സ്വീകരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് പൂന്താനം തിരുമേനി ഇങ്ങനെ ഞെട്ടി നീച്ച സമയത്ത് അദ്ദേഹം പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു. അങ്ങനെ ഓടി അദ്ദേഹം പോയി പ്രവേശന കവാടത്തിൻ്റെ അവിടെ പോയി നോക്കുന്ന സമയത്ത് ഈ 2 മരങ്ങൾ വീണ് കിടക്കണതാണ് അദ്ദേഹം കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം കണ്ടത് സ്വപ്നമല്ലായിരുന്നു, സത്യമാണ് എന്ന് മനസ്സിലാവാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം വൈകുണ്ഠം നേരിട്ട് അദ്ദേഹത്തിന് സന്ദർശിക്കാനുള്ളൊരു ഭാഗ്യം ഭഗവാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠമായ ഭക്തി അല്ലെങ്കിൽ നിഷ്കളങ്കമായ ഭക്തി കൊണ്ടാണ് അദ്ദേഹത്തിന് അത് സാധിച്ചത്. അപ്പം അങ്ങനെ അതിനു ശേഷം അദ്ദേഹം ആ ഭാഗം, ആ വൈകുണ്ഠ വർണ്ണന അത്യധികം ഭംഗിയോടെ സ്വപ്നത്തിൽ കണ്ട എല്ലാ കാര്യങ്ങളും ചേർത്ത് അദ്ദേഹം അവിടെ അതിനെക്കുറിച്ചിട്ട് ഭംഗിയായിട്ട് വർണ്ണിക്കുകയാണ്. അതാണ് പൂന്താനം തിരുമേനിയുടെ വേറൊരു ഭാഗ്യം അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. പിന്നൊരു ഭാഗ്യം അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, കുറേ ഭാഗ്യങ്ങൾ കിട്ടിയിട്ടുള്ള ആളാണ് പൂന്താനം തിരുമേനി. അദ്ദേഹത്തിന് മങ്ങാട്ട് അച്ഛൻ്റെ രൂപത്തിൽ ഭഗവാനെ കാണാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ ശ്രീ പാർവതി പരമേശ്വരന്മാരെ, അവർ 2 പേരും ഉമാമഹേശ്വരന്മാരെ ഒരുമിച്ച് കാണാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുള്ള ആളാണ് പൂന്താനം തിരുമേനി. അപ്പോൾ ആ ഒരു കഥ നമുക്ക് നോക്കാം. പൂന്താനം തിരുമേനി ഉമാമഹേശ്വരന്മാരെ കണ്ട കഥ. അപ്പോൾ ഈ പൂന്താനം തിരുമേനി സംസ്കൃതത്തിൽ ഒരുപാട് പാണ്ഡിത്യം ഉണ്ടായിരുന്നില്ലെങ്കിലും മലയാളത്തിൽ അദ്ദേഹത്തിന് വളരെയധികം ഭംഗിയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനും അല്ലെങ്കിൽ ഭംഗിയായിട്ട് അദ്ദേഹത്തിന് ആ ഭാഷ കൈകാര്യം ചെയ്യാൻ അത്രയധികം ഒരു കഴിവുള്ള ആളായിരുന്നു അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുരുവായൂർ അമ്പലത്തിലെ സംസ്കൃത പണ്ഡിതന്മാർ വന്ന് ഭാഗവതം പാരായണം ചെയ്യുന്ന സമയത്ത് ശ്ലോകങ്ങളുടെയൊക്കെ അർത്ഥം അദ്ദേഹം വളരെ ലളിതമായ ഭാഷയിൽ മലയാളത്തിൽ തർജ്ജമ ചെയ്ത് അവിടുത്തെ ആൾക്കാർക്കൊക്കെ ഭക്തർക്കൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു.
അപ്പോൾ അങ്ങനെ പറയണതുകൊണ്ട് തന്നെ ആൾക്കാർക്കൊക്കെ പൂന്താനം തിരുമേനിയുടെ അത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അത്രയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നാണ് അദ്ദേഹം സംസാരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പറയുന്ന കഥ കേൾക്കാൻ എല്ലാവരും ഭഗവാന്റെ കൂടെയാണ്, ഭഗവാന്റെ ആ ഒരു സന്നിധിയിലാണ് നമ്മൾ തോന്നിപ്പിക്കുന്ന വിധമാണ് അദ്ദേഹം കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുക അത്രേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു പറയുന്നത് കേൾക്കാൻ, ആ ഭാഗവതം പറയുന്നത് കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അദ്ദേഹം അവിടുത്തെ കുറച്ച് ആൾക്കാരായിട്ട് നാട്ടുകാരുമൊക്കെ ആയിട്ട് കൊട്ടിയൂർ അമ്പലത്തിലേക്ക് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് ഒരു യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ കൊട്ടിയൂർ ക്ഷേത്രം എല്ലാവർക്കും അറിയാം, മഹാദേവ ക്ഷേത്രം. ഒരുപാട് ആധുനിക സൗകര്യങ്ങളൊന്നുമില്ല, പക്ഷെ പ്രകൃതിയും പുരുഷനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയാമല്ലോ, അത്രയും പേര് കേട്ട ഒരു ക്ഷേത്രമാണത്. അപ്പോൾ ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നും ഇല്ല. ആ സമയത്തൊക്കെ എന്താണ് കുറേ നടന്നിട്ട് വേണം ആ ക്ഷേത്രത്തിലേക്ക് പോവാൻ. അപ്പോൾ തിരുമേനിയും കൂടെയുള്ള ആൾക്കാരൊക്കെ പാടെ ക്ഷേത്രത്തിലേക്ക് പോവാണ്. അങ്ങനെ നാമജപമൊക്കെ കുറേ നടന്ന് അവർ ആ ക്ഷേത്രത്തിലെത്തി മഹാദേവനെയൊക്കെ തൊഴുത് അവർ അത്യധികം നല്ല എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആയി അവർ തിരിച്ച് യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ കുറേ നടന്നിട്ടാണ് അവിടേക്ക് എത്തുക. കുറേ ദിവസങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ മാസങ്ങൾ തന്നെ ആയിന്ന് വരും, അത്രയും നടന്നിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് തിരിച്ച് തൊഴുത് ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് നടക്കുന്ന സമയത്ത് കുറേ നടന്നതിന് ശേഷം എത്തിയപ്പോഴാണ് പൂന്താനം തിരുമേനിക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗവതത്തിൻ്റെ ഗ്രന്ഥക്കെട്ട് അദ്ദേഹം അമ്പലത്തിൽ വെച്ചിട്ട്, കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ട് മറന്നുപോയി എന്ന് അദ്ദേഹത്തിന് ഓർമ്മ വരിക. അപ്പോൾ അദ്ദേഹത്തിന് അത് ഓർമ്മ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് അത് പോയിട്ട് തിരിച്ച് എടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും അദ്ദേഹം അമൂല്യമായിട്ട് കരുതുന്ന ഒന്നാണ് ആ ഭാഗവത ഗ്രന്ഥം. കാരണം അദ്ദേഹം സ്ഥിരമായി പാരായണം ചെയ്യുന്നത്, ഭഗവാനെ എപ്പോഴും സ്ഥിരമായിട്ട് സ്മരിക്കാനും ഭഗവാന്റെ കഥകൾ പറയുന്നതും, ഭഗവാൻ ഉണ്ട് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കാണുന്ന ഒരു ബുക്കാണത്, ഒരു ഗ്രന്ഥമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടെയുള്ള ആൾക്കാരോട് പറയും, ഞാൻ എൻ്റെ ഭാഗവതത്തിൻ്റെ ഗ്രന്ഥക്കെട്ട് അവിടെ വെച്ച് മറന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കത് പോയി തിരിച്ചെടുക്കണം എന്ന് പറയും. അപ്പോൾ അവിടെ കൂടെ ഉള്ളവരൊക്കെ പറയും, എത്ര നടന്നിട്ടാണ് നമ്മൾ തിരിച്ചിങ്ങോട്ട് എത്തിയത്, അപ്പോൾ ഇനി അത്രയും ദൂരം നടന്ന് അവിടെ പോയി എടുക്കുന്നത് അത്ര നല്ല കാര്യമല്ല. പോരാത്തതിന് എന്താണ്, വനത്തിലൂടെയാണ് യാത്ര പോകേണ്ടത്. അപ്പോൾ അവിടെ ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ ആ യാത്ര അത്ര സുരക്ഷിതമല്ല. അപ്പോൾ തിരുമേനി അത് എടുക്കാൻ വേണ്ടിയിട്ട് പോകണ്ട, നമുക്ക് പുതിയൊരു ഭാഗവത ഗ്രന്ഥം നമുക്ക് വാങ്ങാം, അതാ നല്ലതെന്ന് പറയും. അപ്പോൾ തിരുമേനി പറയും, പറ്റില്ല, കാരണം ഞാനത് അത്രയും അമൂല്യമായി കരുതുന്ന ഒന്നാണ് അത്, അപ്പോൾ എനിക്ക് എന്തായാലും അത് പോയി എടുക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടുന്ന് ഒറ്റയ്ക്ക് പിന്നെയും ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം നാമം ചൊല്ലി ഒരുപാട് നടന്ന് അദ്ദേഹം കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഒരു കാഴ്ച കാണുകയാണ്. ആ കാഴ്ച അദ്ദേഹത്തിന് അത്രയധികം ആനന്ദം അല്ലെങ്കിൽ അത്രയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അപ്പോൾ എന്തായിരുന്നു അത് കാഴ്ച? ഭഗവാൻ പരമേശ്വരൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാഗവതത്തിൻ്റെ ഗ്രന്ഥക്കെട്ടെടുത്ത് വായിക്കുകയാണ്. അപ്പോൾ അടുത്ത് ഓരോ ശ്ലോകങ്ങൾ ചെല്ലുന്നുണ്ട്, അടുത്ത് പാർവതി ദേവി ഇരിക്കുന്നു. അപ്പോൾ പാർവതി ദേവി ഉണ്ട്, പരമേശ്വരനുണ്ട്, രണ്ടുപേരും ശ്ലോകം ചൊല്ലുന്നു, അതിൻ്റെ കഥകൾ പരസ്പരം പറയുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ പൂന്താനം തിരുമേനിക്ക് ഇങ്ങനെ അത്രയും ഒരു സന്തോഷം ഉണ്ടാവുകയാണ്. കാരണം അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അദ്ദേഹം കാണുന്നത്. അപ്പോൾ ഓരോരോ ശ്ലോകങ്ങൾ ഭഗവാൻ പറയുന്നുണ്ട്, ശിവഭഗവാൻ പറയുന്നുണ്ട്, പാർവതി ദേവി അതൊക്കെ കേൾക്കുന്നുണ്ട്. അവരുടെ കണ്ണുകളിൽ നിന്ന് പാർവതി ദേവിക്ക് ഇങ്ങനെ കണ്ണിന്ന് കണ്ണീരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, കഥകൾ ഇങ്ങനെ കേട്ടിട്ട് അത്രയും സന്തോഷമാണ് ദേവിക്കും. ഭഗവാന്റെ ആ ഒരു ഭഗവാനാണ് പറഞ്ഞു കൊടുക്കുന്നത് കഥകളൊക്കെ അല്ലേ, അപ്പോൾ അത്രയും സന്തോഷമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഥകളൊക്കെ പറഞ്ഞപ്പോൾ ശിവഭഗവാൻ ദേവിയോട് ചോദിക്കുകയാണ്, ഇപ്പോൾ ദേവിക്ക് മനസ്സിലായോ, എനിക്കും ഭാഗവതത്തിൻ്റെ കഥകളൊക്കെ കുറച്ച് പറയാൻ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ദേവി പറയും, ഭഗവാൻ നന്നായിട്ട് പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി, നന്നായിട്ട് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ പൂന്താനം തിരുമേനിയുടെ അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായിട്ടില്ല, അദ്ദേഹമാണ് നന്നായിട്ട് ഇതിനെക്കാട്ടിലും പറയാന്നുള്ളത് പാർവതി ദേവി പറയാണ്. അത് കേട്ടപ്പോൾ പൂന്താനം തിരുമേനിക്ക് അത്രയും തന്നെ സന്തോഷം, അദ്ദേഹത്തിൻ്റെ ഒരു രോമാഞ്ചം ഉണ്ടാവുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഉണ്ടായി അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ധാരധാരയായിട്ട് ഒഴുകണം. അത്രയും അദ്ദേഹത്തിന്
സന്തോഷം വരികയാണ്. കാരണം സാക്ഷാൽ പാർവതി ദേവി അദ്ദേഹത്തിൻ്റെ ആ വർണ്ണനെ കുറിച്ചിട്ട് അവിടെ പറയാണ്. അപ്പോൾ അതൊക്കെ കേട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് പൂന്താനം തിരുമേനി ഒരു ഭഗവാനെ കുറിച്ചിട്ടുള്ള ഒരു നാമം ചെല്ലുകയാണ്. അപ്പോൾ ആ സമയത്ത് ഭഗവാൻ നോക്കുകയാണ് പൂന്താനം തിരുമേനിയെ. എന്നിട്ട് പൂന്താനം തിരുമേനിയോട് ചോദിക്കും, എന്താണ് അങ്ങേക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പൂന്താനം തിരുമേനി പറയും, ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ആ ഭാഗവത ഗ്രന്ഥം എൻ്റെ ഗ്രന്ഥമാണ്, അപ്പോൾ എനിക്കത് തിരിച്ചു വേണമെന്ന് പറയാണ്. അപ്പോൾ ഭഗവാൻ പറയാണ്, ഓ ഇത് അങ്ങയുടെ ഗ്രന്ഥമാണോ, ഒരു കാര്യം ചെയ്യൂ, ഇവിടുന്ന് അങ്ങ് വടക്കുംനാഥ ക്ഷേത്രം, തൃശ്ശൂരുള്ള വടക്കുംനാഥ ക്ഷേത്രത്തിലെ അവിടുത്തെ കൂത്തമ്പലത്തിൽ ചെന്നിട്ട് നോക്കൂ. അപ്പോൾ അവിടെ ചെല്ലണ സമയത്ത് അങ്ങേക്ക് അങ്ങയുടെ ഈ ഗ്രന്ഥക്കെട്ട് അവിടുന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ട് പാർവതി പരമേശ്വരന്മാർ അവിടുന്ന് അപ്രത്യക്ഷമാവാണ്. അപ്പോൾ തിരുമേനിക്ക് പിന്നെയും ഭയങ്കര ഒരു വിഷമാവും. കാരണം ഒരുപാട് ദൂരം നടന്നിട്ടാണ് അവിടെ എത്തിയത്. ഇനി ഇവിടുന്ന് പിന്നെയും ഒരുപാട് ദൂരം നടന്നിട്ട് വേണം വടക്കുംനാഥ ക്ഷേത്രത്തിലെത്താൻ. അപ്പോൾ എങ്ങനെയാണ് അങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ ആരാണ് സഹായിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ അദ്ദേഹത്തിന് എന്തായാലും ഗ്രന്ഥക്കെട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ അവിടുന്ന് നടന്ന് പോവാണ്. നാമം ചൊല്ലി അവിടുന്ന് നടന്ന് കുറേ ദൂരം അദ്ദേഹം നടക്കുന്ന സമയത്ത് അദ്ദേഹം പുഴ നിളയുടെ തീരത്ത് എത്താണ്. അവിടെ എത്തുന്ന സമയത്ത് അദ്ദേഹം ആ പുഴ കടന്നിട്ട് വേണം അദ്ദേഹത്തിന് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെത്താൻ. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് 2 ആചാനുബാഹുക്കളായിട്ടുള്ള 2 ആൾക്കാർ വരികയാണ് അവിടെ. അപ്പോൾ അദ്ദേഹം ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ, അത്രയും വലിയ ആൾക്കാരാണ് അവർ. അപ്പോൾ അവർ ചോദിക്കുകയാണ് തിരുമേനിയോട്, എന്താണ് തിരുമേനി ഇവിടെ നിൽക്കണത്, എന്താ തിരുമേനിക്ക് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തിരുമേനി പറയും, എനിക്ക് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് പോകണം, അപ്പോൾ എനിക്ക് ഈ പുഴ കടക്കണം എന്ന് പറയാണ്. അപ്പോൾ അവർ പറയും, ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ആ തോളിൽ പിടിച്ചിട്ട് എടുക്കുന്ന പോലെ അങ്ങനെ തിരുമേനിയെ അവിടുന്ന് എടുക്കുകയാണ് അവർ. എന്നിട്ട് ആ സമയത്ത് തിരുമേനി നാരായണ നാരായണ എന്ന് പറഞ്ഞിട്ട് നാമം ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെ. അപ്പം അങ്ങനെ കുറച്ച് കഴിഞ്ഞ് തിരുമേനി കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ അദ്ദേഹം ഈ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ കൂടെ വന്നിട്ടുള്ള 2 ആൾക്കാർ ശിവഭഗവാന്റെ സഹായികളാണ്, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും വേഗം ഇവിടെ എത്താനും ഒന്നും പറ്റില്ല, അവർ സഹായിച്ചതാണ് എന്ന് മനസ്സിലാവും. അങ്ങനെ ഗ്രന്ഥക്കെട്ട് അവിടെ ഉണ്ട് എന്നല്ലേ പറഞ്ഞിരിക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുമേനി മുന്നിലെത്തിയപ്പോൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് പോയി. അവിടെ ചെന്ന് അദ്ദേഹം കൂത്തമ്പലത്തിൻ്റെ അവിടെ ചെന്ന് എല്ലായിടത്തും തിരയും ഗ്രന്ഥം, പക്ഷെ അദ്ദേഹത്തിന് എവിടുന്നും അത് കാണില്ല. അപ്പോൾ പിന്നെയും ഇങ്ങനെ അദ്ദേഹം ഇതിപ്പോൾ എവിടെ പോയി, ഇവിടെ ഉണ്ട് എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ ഇനി കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഭഗവാനെ, മഹാദേവ എവിടെ വെച്ചിരിക്കുന്ന ഗ്രന്ഥം കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹം ആ കൂത്തമ്പലത്തിൻ്റെ അവിടെ ക്ഷേത്രത്തിൻ്റെ വാതിലിൻ്റെ കട്ടിളപ്പടിയിൽ നോക്കുന്ന സമയത്ത് അവിടുന്ന് അദ്ദേഹത്തിന് ഗ്രന്ഥക്കെട്ട് കിട്ടും. അപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമാവും. കാരണം അത്രയും നടന്ന് വന്ന് ഈ ഒരു ഗ്രന്ഥക്കെട്ടിന് വേണ്ടിയിട്ടാണ്. ആ ഗ്രന്ഥക്കെട്ട് എടുത്തിട്ട് അദ്ദേഹം മഹാദേവനെ തൊഴുകൊന്നും ചെയ്യാണ്ട് അവിടുന്ന് മഹാദേവനോട് പറയുകയാണത്രേ, മഹാദേവ ഇപ്പം എനിക്ക് തീരെ സമയമില്ല, എനിക്ക് മഹാദേവനെ തൊഴുകാൻ സമയമില്ല. കാരണം അവിടെ ഗുരുവായൂരിൽ എൻ്റെ ഉണ്ണിക്കണ്ണൻ കാത്തിരിക്കുന്നു എന്നെ. കുറേ ദിവസമായിട്ട് ഭഗവാൻ, അതായത് ഉണ്ണിക്കണ്ണൻ എന്നെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഉണ്ണിക്കണ്ണൻ കാണാതെ വിഷമിക്കുന്നുണ്ടാവും, അപ്പോൾ എനിക്ക് അവിടെ എത്തണം എന്ന് പറയാണ്. അപ്പോൾ അത്രയ്ക്കും ആ ഒരു ഭക്തിയാണ് പൂന്താനം തിരുമേനിയുടെ ഉള്ളിലുള്ളത്. കാരണം സ്വന്തം കുട്ടിയായിട്ടാണ് ഭഗവാനെ കാണുന്നത്. കാരണം ഭഗവാനല്ലാതെ വേറൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലില്ല. അതുകൊണ്ടാണ് അത്രയും നിഷ്കളങ്കമായിട്ടുള്ള ഭക്തിയാണ്. അതായത് ഭഗവാനോട്, അവിടെ മഹാദേവനോടും കൂടിയും അവിടെ ഒരു അനുമതി ചോദിക്കുകയാണ്, തൊഴുകാൻ സമയമില്ല. കാരണം ഭഗവാൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്, ഉണ്ണിക്കണ്ണൻ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. അപ്പോൾ മഹാദേവനും അതിൽ സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നാരായണ ഭക്തനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഹാദേവന് അതിൽ യാതൊരു കുഴപ്പമില്ല. അങ്ങനെ തിരുമേനി അവിടുന്ന് നടന്ന് വേഗം അത്രയും തന്നെ വേഗം തന്നെ നാമം ചൊല്ലി അങ്ങനെ അദ്ദേഹം ഗുരുവായൂരിലെത്താണ്. ഉച്ചപൂജ സമയമൊക്കെ ആകുമ്പോഴേക്കിനെ അതിൻ്റെ മുന്നേ തന്നെ അദ്ദേഹം ഗുരുവായൂരിലെത്തും. അവിടെ എത്തുന്ന സമയത്ത് അദ്ദേഹം അവിടെ ആളുകളെയൊക്കെ കാണും. പക്ഷെ ആൾക്കാർക്കൊന്നും തിരുമേനിയെ മനസ്സിലാവില്ല. കാരണം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രൂപമൊക്കെ മാറിയതുകൊണ്ട് മനസ്സിലാവില്ല. പക്ഷെ അദ്ദേഹം സംസാരിച്ചപ്പോൾ എല്ലാവർക്കും അദ്ദേഹത്തിനെ മനസ്സിലാവും. അങ്ങനെ അദ്ദേഹത്തിന് അവിടെ തൊഴുകണം എന്നുണ്ടെന്ന് പറയും. അപ്പോൾ അവിടുത്തെ ഭക്തർ തന്നെ അദ്ദേഹത്തിന് വേണ്ട
കുളിക്കാനും അങ്ങനെ വേറെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അദ്ദേഹം അതൊക്കെ കഴിഞ്ഞ് വന്ന് അദ്ദേഹം ഭഗവാനെ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് അദ്ദേഹം അവിടെയുള്ള ഭക്തർക്ക് പിന്നെയും അദ്ദേഹം ഭഗവാന്റെ കഥകളും അതേപോലെ തന്നെ ഉമാമഹേശ്വരന്മാരെ കണ്ട കഥകളും ഒക്കെ അങ്ങനെ അദ്ദേഹം വർണ്ണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പൂന്താനം തിരുമേനി അത്രയും തന്നെ ശ്രേഷ്ഠനായ ഭക്തൻ, അത്രയും തന്നെ നിഷ്കളങ്കമായിട്ടുള്ള ഭക്തി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ് പൂന്താനം തിരുമേനി. അതുകൊണ്ട് തന്നെയാണ് ഭഗവാന് അദ്ദേഹത്തിനെ ഇത്രയും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം. അദ്ദേഹം ആ ഒരു ഭക്തി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്കൊക്കെ ആ ഗുരുവായൂരിൽ ഉണ്ണിക്കണ്ണനെ കുറിച്ച് ഓർക്കാനും ആ അമ്പലത്തിൽ നമുക്ക് ഉണ്ണിക്കണ്ണൻ എന്നുള്ള പേരിൽ നമുക്ക് അവിടെ ചെന്ന് പ്രാർത്ഥിക്കാനും നമുക്കൊക്കെ പറ്റണത്. അതുപോലെ ഭഗവാൻ ആ വിഷ്ണു രൂപത്തിൽ നിന്ന് ഈ ഒരു പൂന്താനം തിരുമേനിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ണിക്കണ്ണനായിട്ട്, അദ്ദേഹത്തിന് വേണ്ടി ഉണ്ണിക്കണ്ണനായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠമായ ഭക്തി നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് അത്രത്തോളം ഭക്തി വരില്ലെങ്കിലും നമുക്ക് പാഠമാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഭഗവാനെ നമ്മൾ എങ്ങനെ സ്നേഹിക്കണം, അല്ലെങ്കിൽ ഭഗവാൻ നമുക്കൊരു വിഷമങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തരുന്ന സമയത്ത് ഭഗവാനെ നമ്മൾ കുറ്റം പറയാതെ, അല്ലെങ്കിൽ ഭഗവാനെ നമ്മൾ ഒന്നും തന്നെ പറയാതെ നമ്മുടെ ജീവിതത്തിൽ പിന്നെയും നമ്മൾ ഭഗവാനെ എങ്ങനെയും കൂടുതൽ നമ്മൾ എങ്ങനെ സ്നേഹിക്കാം എന്നൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന ആളാണ് പൂന്താനം തിരുമേനി. അദ്ദേഹത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എത്ര പറഞ്ഞാലും മതി വരില്ല. ഭഗവാനെക്കുറിച്ച് പറയണ പോലെ തന്നെ നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാൻ തോന്നും. അപ്പോൾ ആ ഭക്തി നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അതിൻ്റെ ഒരു അംശമെങ്കിലും നമുക്കൊക്കെ സ്വായത്തമാക്കാൻ നമ്മുടെ ജീവിതത്തിലൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം ശ്രീ രാധേ കൃഷ്ണ.